ഈ തെളിവുകളെന്ന് സാറ് പറയുന്നത് ഗ്രഹങ്ങളുടെയോ നക്ഷത്രങ്ങളുടെയോ പൊസിഷൻ വെച്ചുള്ള ഒരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ആണോ സാറ് പറയുന്നത്? മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ അത് ഒരുപാട് അനിവാര്യമാണ്, പക്ഷെ അവിടെ തന്നെ നിലനിൽക്കുന്നില്ല കാര്യങ്ങൾ. ഞാനും ശാക്തേയ പൂജയിലൂടെ തുടങ്ങിയ ആളാണ് കാര്യങ്ങളിലേക്ക്. ഈ ജന്മത്തിൽ എനിക്ക് മന്ത്രോപദേശം എൻ്റെ അച്ഛനിൽ നിന്ന് കിട്ടിയതും അത് തന്നെയാണ്. പക്ഷെ അവിടെ നിന്ന് നമ്മൾ ഉയർന്ന് പോയിക്കൊണ്ടിരിക്കും. പക്ഷെ എനിക്ക് സാത്വിക ഭാവത്തിനെയായിരുന്നു ദേവിയുടെ തന്നിരുന്നത്. ഭൂമിയിൽ ദേവിയുടെ ഏറ്റവും വലിയ സാത്വിക ഭാവം ഏതാണോ അതാണ് ഞാൻ ആചരിച്ചിരുന്നത്. എൻ്റെ പൂർവ്വജന്മവും അത് തന്നെയാണ് ആചരിച്ചിരുന്നത് എന്നാണ്. അതിലൂടെ ഞാൻ മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. പക്ഷെ അതിലൂടെ നമ്മുടെ വേദാന്തത്തിന്റെ ഹൃദയത്തിലേക്ക് ബോധാതീതത്വത്തിലേക്കുള്ള വഴികളാണ് തുറക്കുന്നത്. ഒരു വ്യക്തി ഇപ്പോൾ സാറിൻ്റെ അടുത്ത് വരുമ്പോൾ ജ്യോത്സ്യം എന്നുള്ളൊരു കാൽക്കുലേഷൻ അല്ലെങ്കിൽ ഒരു ആൾക്കാർ അതിനെ സയന്റിഫിക് എന്ന് പറയത്തില്ല, പക്ഷെ അതിനൊരു മെത്തഡോളജി ഉണ്ട്. ആ മെത്തഡോളജി വെച്ചാണോ സാർ ആ വ്യക്തിയെക്കുറിച്ചുള്ള ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അനാലിസിസ് നടത്തുന്നത്? അതെ, അതിന് ഉപരി ആയിട്ട് വേറെ എന്തെങ്കിലും മെത്തേഡോ റിസർച്ചോ സാർ ചെയ്യുന്നത്? ഒരുപാട് ഗവേഷണങ്ങളുണ്ട് ഇതിന്റെ പിന്നിൽ. പിന്നെ എല്ലാ മെത്തേഡ്സും അറിഞ്ഞിരിക്കണം, എല്ലാ രീതികളും നമ്മൾ അറിഞ്ഞിരിക്കണം, ഒരുപാട് മാർഗങ്ങൾ അറിഞ്ഞിരിക്കണം. ഇപ്പൊ ജ്യോതിഷം നോക്കുമ്പോൾ ജ്യോതിഷത്തിലെ പ്രമാണങ്ങളെ സാമാന്യ വിധിയായി കണ്ടുകൊണ്ട് അതിന് അതീതമായി ഫലം പറയണമെന്നാണ് വെയ്പ്പ്. പക്ഷെ പലപ്പോഴും അത് സാധ്യമാകാതെ പലപ്പോഴും പല ജ്യോതിഷികളും പ്രമാണങ്ങളെ നിർത്തി. ഇപ്പൊ 7 ശുക്രൻ നിന്നാൽ ഒന്നിലധികം വിവാഹം നടക്കാനിടയുണ്ട് എന്നൊരൊറ്റ വാക്കെന്ന് പറഞ്ഞാലേ, പക്ഷെ 7 ശുക്രൻ നിൽക്കുമ്പോൾ ആ ശുക്രന്റെ ആ ദോഷത്തെ അതിജീവിക്കാനുള്ള ഏതെങ്കിലും കാര്യങ്ങൾ അതിനകത്തുണ്ടോ എന്നുള്ളതെല്ലാം കൂടെ പഠിച്ചിട്ട് 7 ശുക്രൻ നിന്നാൽ ഇങ്ങനെ ഒന്നിലധികം വിവാഹങ്ങൾ ഉണ്ടാകാം എന്നുള്ള ശ്ലോകം അടിച്ച് പറയാതെ അതിനെ മറ്റുള്ള ഗ്രഹങ്ങളുടെ നിൽപ്പും നോട്ടം ഹരിക്കുന്നത് പോലെ, താഴത്തെ പൂജ്യവും വെള്ളത്തെ പൂജ്യവും വെട്ടിപ്പോകുന്നത് പോലെ ഏതാണ് നടപ്പിലാകാൻ പോകുന്നത് എന്നുള്ളത് സൂക്ഷ്മമായി നിരീക്ഷിച്ച് പറയുമ്പോൾ പ്രമാണങ്ങളെല്ലാം സാമാന്യ വിദ്യയായി മാറി. 7 ശുക്രൻ നിൽക്കുന്നതുകൊണ്ട് ഇങ്ങനെ തന്നെ വരും എന്ന് പറയാനൊക്കെയില്ല. ഇതുപോലെ നമ്മൾ പ്രമാണങ്ങളെ സാമാന്യ വിദ്യയായി മാറ്റി കണ്ടുകൊണ്ട് ചെയ്യണം. പിന്നെ ഏതെല്ലാം തരത്തിലുള്ള ശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതിൽ കൂടുതൽ പ്രാധാന്യം നമ്മൾ കൊടുക്കണം. അതിൽ ഏറ്റവും പ്രാമാണികമായി എനിക്ക് ഒരു പരിധിവരെ കാണാൻ സാധിക്കുന്നത് സത്യാചാര്യയുടെ സത്യജാതകമാണ്. ധ്രുവ നാഡി എന്നൊക്കെ പറഞ്ഞിരുന്നു. പുരാതന കാലത്ത് 200 വർഷം മുമ്പ് വരെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിലനിന്നിരുന്നത് തമിഴ്നാട്ടിലും കേരളത്തിലും നിലനിന്നിരുന്നത് ഏറ്റവും കൂടുതൽ സത്യാചാര്യരുടെ സത്യസംഹിത അല്ലെങ്കിൽ സത്യജാതകം, ധ്രുവനാഡി ഇങ്ങനെ ധ്രുവശാസ്ത്രം, തമിഴിൽ തുരുവശാസ്ത്രം എന്നൊക്കെ പറയും, അങ്ങനെ ഉണ്ടായിരുന്നു. അതിനകത്ത് അതായിരുന്നു. പക്ഷെ അത് പിന്നീട് അതിന്റെ ഗണിതം വളരെ സങ്കീർണമായതിനാൽ അതിലും സിമ്പിൾ ആയിട്ടുള്ള ഗണിതത്തിൽ ഏതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നു അത്തരം ഗ്രന്ഥങ്ങളിലേക്കും പിൽക്കാലത്ത് വന്നിരിക്കുന്ന പല ആചാര്യന്മാരിലേക്കും നമ്മൾ പോയി. ഇപ്പൊ വരാഹമിഹിരന്റെയും പരാശരന്റെയും ഒക്കെ ഹോര ഉണ്ടാകുന്നതിന് മുമ്പ് ഈ പരാശരന്റെ ഒക്കെ തന്നെയും സത്യാചാര്യരെ നമിച്ചുകൊണ്ട് പ്രണമിച്ചുകൊണ്ട് സ്മരിച്ചുകൊണ്ടൊക്കെയാണ് ഗ്രന്ഥങ്ങൾ ഇങ്ങോട്ട് കുറിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ കാലപ്പഴക്കം എത്രമാത്രം പുരാതനമാണോ ചെയ്തു വെച്ചിരിക്കുന്ന ഗ്രന്ഥങ്ങൾ അത്രമാത്രം സൂക്ഷ്മതയുള്ളതാണ് എന്നുള്ള ബോധവും വേണം. അതിൽ തന്നെ ഒരു അപ്ഡേഷന്റെ ഒരു പോരായ്മ സാറ് കാണുന്നുണ്ടോ? കാരണം വേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ നിലവിലുള്ള ജ്യോതിഷത്തിന് പല അപ്ഡേഷൻസ് വരുത്തേണ്ടതായിട്ടുണ്ട്. കാരണം ഈ ഭൂമിക്ക് പല കാലങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ഇപ്പൊ വ്യത്യാസം, ഗ്ലോബ് ഷേപ്പിന് ചളുക്കം സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ സെക്കൻഡ് സൂചിയൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇതിനനുസരിച്ച് ഗണിതത്തിലൊക്കെ ഒത്തിരി വ്യത്യാസം വരുത്തേണ്ടത്. പിന്നെ ഈ അയനാംശ നിരീക്ഷണം, അതിനൊക്കെ കുറെ പ്രത്യേകതകളും വ്യത്യാസം വരുത്തേണ്ടതുണ്ട്. കാരണം വടക്കേ ഇന്ത്യയിലും ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും ശിവരാത്രി കൊള്ളുന്നതും കൃഷ്ണാഷ്ടമി കൊള്ളുന്നതും ഇങ്ങനെയുള്ള ഓരോ ആഘോഷങ്ങൾക്കും പൊതുവായ ആഘോഷങ്ങളുടെ കണക്കൂട്ടലുകൾ തെറ്റിയിട്ട് 1-2 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസപ്പെട്ട് വരുന്നുണ്ട്. സാർ ശിവരാത്രിയെ കുറിച്ച് പറഞ്ഞു. അതിനെക്കുറിച്ച് ഒത്തിരി ഒരു കഥകളുമുണ്ട്, ഒത്തിരി വ്യാഖ്യാനങ്ങളുണ്ട്. അതിനെക്കുറിച്ച് സാർ ഒന്ന് പ്രേക്ഷകർക്കൊന്ന് പറയാമോ? ശിവരാത്രി എന്താണ്? ശിവരാത്രിയുടെ മഹത്വം എന്താണ്? ശിവരാത്രിയുടെ പ്രാധാന്യം, ശിവരാത്രിയുടെ കഥകളിലൂടെ പറയുന്ന ലിംഗോദ്ഭവ പ്രസക്തിയുണ്ട്. ലിംഗ രൂപത്തിൽ പ്രകാശസ്തംഭമായിട്ട് ശിവൻ ഭൂമിയിലേക്ക് ഇറങ്ങിയ ദിവസം എന്ന് പറഞ്ഞ പല ഗ്രന്ഥങ്ങളും പറയും. പിൽക്കാലത്ത് ഭാഗവത്തിൽ ഹാലാഹലം എന്ന വിഷം കഴിച്ച ദിവസം ശിവൻ എന്നുള്ളത് പറയും. പിന്നീട് ഏറ്റവും അപ്ഡേഷൻ വന്ന ഒത്തിരി പിന്നീട് വന്ന ഗ്രന്ഥങ്ങളിലാണ് ശിവപാർവതിമാരുടെ വിവാഹം നടന്ന ദിവസം എന്നൊക്കെ പറയും. പക്ഷേ നമ്മള് അഭിനവ് ഗുപ്തന്റെ ഗ്രന്ഥങ്ങളോ തിരുമൂലരുടെ ഗ്രന്ഥങ്ങളോ ഒക്കെ എടുത്തു നോക്കുമ്പോഴാണ് അവസാന വാക്കായിട്ടുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞത്. ശിവരാത്രി എന്ന് വെച്ചാൽ ശിവന്റെ രാത്രി എന്ന് പറയുമ്പോൾ സൂര്യന്റെയും ചന്ദ്രന്റെയും പൂർണ്ണമായ ശക്തി ഒരേപോലെ ലഭിക്കുന്ന ഒരേ ഒരു ദിവസം ഉണ്ടെങ്കിൽ അത് ശിവരാത്രി മാത്രമാണ്. അതാണ് ശാസ്ത്രീയമായിട്ട്. അതാണ് തിരുമൂലരൊക്കെ പ്രധാനമായിട്ടും തന്ത്രലോകത്തില് അഭിനവ ഗുപ്തനും ഒക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും സൂര്യന്റെ ശക്തിയും ചന്ദ്രന്റെ ശക്തിയും സമ്പൂർണ്ണമായിട്ട് ഭൂമിയിൽ പതിഞ്ഞിരുന്നത്.
സൂര്യന്റെ തേജസ് തന്നെ ചന്ദ്രനിലേക്ക് പതിച്ചിട്ട് ചന്ദ്രനിൽ നിന്ന് ഭൂമിയിലേക്ക് പ്രതിഫലിക്കുന്നതാണല്ലോ ആ ശക്തി. ആ ഒരു ദിവസം ഒരു വ്യക്തിക്ക് എന്തുകൊണ്ടാണ് ഇത്രയും ഒരു പ്രാധാന്യം? അവർക്ക് ഏറ്റവും കൂടുതൽ ധ്യാന പ്രധാനമായ ദിവസമാണ്. ഭാരതത്തിലെ ഏറ്റവും പ്രധാനം ധ്യാനമായിരുന്നു. ശിവരാത്രി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എത്രമാത്രത്തോളം ഒരു ശിവരാത്രിയുടെ പ്രാധാന്യം അന്നത്തെ ദിവസം നിശീധകാലം എന്ന് പറയുന്ന ഒരു കാലം കണ്ടെത്തണം നമ്മൾ. നിശീധം എന്ന് പഴയ കുടുംബങ്ങളിലൊക്കെ ഉള്ളവർക്ക് ഇതിനെ കുറിച്ച് അറിയാം. ശിവരാത്രിയുടെ പ്രത്യേകത ആ ദിവസം തന്നെ ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു നേരം ഭക്ഷണം. പിന്നെ നിർജ്ജല വ്രതം, ജലം പോലും ഉപയോഗിക്കാനുള്ള വ്രതത്തെ കുറിച്ച് പുരാതനമായിട്ട് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു നേരം ഭക്ഷണം. ഇപ്പോഴെല്ലാവരും 3 നേരം ഭക്ഷണം കഴിക്കുന്ന ആഘോഷമാക്കി മാറ്റി. ആ ദിവസം കാളരാത്രിയാണ് എന്ന് വെച്ചാൽ ആ ദിവസം രാത്രിയിൽ നമ്മൾ ഉറങ്ങാതിരിക്കണം. അതിലേറ്റവും പ്രധാനമാണ് ശിവരാത്രി ദിവസം രാത്രിയെ 3ആയി ഭാഗിച്ചിട്ട് അത് നടുഭാഗം വരുന്ന സമയം. അതിനെ നിശീധകാലം എന്ന് പറയും. ഈ നിശീധകാലത്ത് നമ്മൾ ധ്യാനത്തിൽ ഇരിക്കാൻ വേണ്ടിയുള്ള സമയമാണ്. നട്ടല് നിവർത്തിയിരിക്കണം. ഇത് പുരാതനമായ ഗ്രന്ഥത്തിൽ വളരെ ശക്തമായിട്ട് പറയും. നട്ടല് നിവർത്തിയിരുന്ന് ധ്യാനം ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു വ്യക്തിക്ക് എന്താണ് ബോധാതീതത്തിലേക്കുള്ള വഴി തുറക്കും. ഇപ്പോ ഈ അതിനകത്തൊരു കാര്യമുള്ളത്, കർമ്മയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം, രാജയോഗം എന്ന് പറയുന്ന 3 വശങ്ങളും 3ആയിട്ട് നമ്മൾ വ്യക്തമായിട്ട് പറയുന്ന സമ്പ്രദായങ്ങൾക്ക് അതീതമാണ് ഈ സിദ്ധ പരമ്പരയുടെ ഗ്രന്ഥങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഒരുപാട് കാര്യം. ഇത് 3ഉം കൂടി ചേർത്താണ്. ഇതുകൊണ്ടാണ് ഈ ഭഗവത്ഗീതയിലും 4 മാർഗങ്ങൾ ഒരുപോലെ സ്വീകരിച്ചു പോകുന്നത് ഏറ്റവും ഉത്തമമാണ്. 4ൽ ഏതെങ്കിലും ഒക്കെ സ്വീകരിച്ചു പോകാം. ഒരു ഭക്തിയോഗിക്ക് കർമ്മയോഗവും കൂടെ സ്വീകരിക്കുന്നത് കുഴപ്പമില്ല. ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമല്ല, ഇത് 4ഉം കൂടിയോ ഇതിൽ ഏതെങ്കിലും 1, 2, 3 ഒക്കെ കൂടെ ഒരുമിച്ച് പോകും. പക്ഷെ ഇതെല്ലാം കൂടെ വാരി വലിച്ച് ഒരുമിച്ച് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സമ്പ്രദായമാണ് നമ്മൾ ഈ ശരിയായിട്ടുള്ള ശൈവ സിദ്ധാന്തത്തിന്റെ ഈ നമ്മൾ 18 ശൈവസിദ്ധരെ കുറിച്ച് പഠിക്കുമ്പോഴും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ശരിക്കും ഏത് കാര്യം എപ്പോഴെങ്ങനെ വേണമെങ്കിലും സ്വീകരിക്കാൻ പരുവത്തിലിരിക്കുക. ആ അടുക്കളയിൽ എല്ലാ വിഭവങ്ങളും ഉണ്ട്. ഇന്ന് വായിച്ചിരിച്ചുള്ളത് ഇന്ന് വിളമ്പി കഴിക്കാം, നാളെ വ്യത്യാസപ്പെടുന്നതും കഴിക്കാം. എല്ലാം നമ്മളുടെ ആന്തരികവും ബാഹ്യവുമായ വികസനത്തിന് ഉചിതമായ രീതിയിൽ വിശപ്പൊന്നാണ് ഭക്ഷണം പലതും ഉൾക്കൊള്ളുക എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ശിവരാത്രി ദിവസം നമ്മൾ നടു നിവർത്തിയിരുന്ന് ധ്യാനം ചെയ്യണം. ഇത് എല്ലാ മാസവും ഒരു ശിവരാത്രി ഉണ്ട്. കൃഷ്ണപക്ഷ ത്രയോദശി, കർത്തവാവിന്റെ തലേന്ന് ഒരു ശിവരാത്രിയാണ്. അതിനെ മാസശിവരാത്രി എന്ന് വിളിക്കും. പിന്നെ ഇതുകൂടാതെ മഹാശിവരാത്രി ഉണ്ട്. വർഷത്തിൽ ഒരിക്കലുള്ള മാഘമാസത്തിലേക്ക് കയറി വരുന്ന, എന്ന് വെച്ചാൽ കുംഭമാസത്തിലെ ശിവരാത്രി മഹാശിവരാത്രി എന്നും. മാസം തോറുമുള്ള ശിവരാത്രി ഉണ്ട്. അപ്പോൾ എല്ലാ കൃഷ്ണപക്ഷ ത്രയോദശിയും വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി ഇരിക്കേണ്ടതാണ്. അവിടെ ശിവനെ ഭജിക്കുക എന്നുള്ളതൊക്കെ പിൽക്കാല സങ്കല്പങ്ങളിലേക്കാണ് കൂടുതൽ വരുന്നത്. ഭക്തയോഗി കൃഷ്ണപക്ഷ ത്രയോദശി ദിവസം, എല്ലാ മാസവും വരുന്ന കൃഷ്ണപക്ഷ ത്രയോദശിയിലും അതുപോലെ തന്നെ മഹാശിവരാത്രി എന്ന് പറയുന്ന കുംഭമാസത്തിലെ ശിവരാത്രിയിലും ആ രാത്രിയിലും പകലും മൊത്തം വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് മനസ്സിനെയും ശരീരത്തിനെയും തേജസ്സുള്ളതാക്കി എടുക്കാൻ ശ്രമിക്കണം. അവിടെ നമ്മളുടെ എല്ലാ ഗുണങ്ങൾക്കും അതീതമായിട്ട് നമ്മൾ മഹാജ്ഞാനത്തിലേക്കുള്ള വഴി തുറക്കാൻ വേണ്ടിയാണ് വെച്ചിരിക്കുന്നത്. അതിലെ ഭക്തയോഗി പ്രധാനമായിട്ടും അവന് മറ്റുള്ള ധ്യാനമൊന്നും വഴങ്ങുന്നില്ലെങ്കിൽ ശിവമന്ത്രങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അതുപോലെ ഏത് മന്ത്രമാണെങ്കിലും അതിന് പിന്നെ നമ്മൾ ഗ്രഹനിലേക്ക് ജ്യോതിഷത്തിന്റെ വശങ്ങളിലേക്ക് വേണം. അതും ശൈവ സിദ്ധർ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ജ്യോതിഷത്തിലൂടെ അതിന് ഉത്തരങ്ങൾ തന്നിട്ടുണ്ട്.